നിങ്ങൾക്കും തുടങ്ങണോ ബിസിനസ്? ഇപ്പോൾ ഉള്ള ജോലിയൊക്കെ മടുത്ത്, അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ശരിയാവില്ല, കുറച്ചും കൂടി എന്തെങ്കിലും ബെറ്റർ ആയിട്ട് ചെയ്യണം, എന്തെങ്കിലും ഓപ്ഷൻസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ആലോചിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഞാനിന്നൊരു 6 ഐഡിയാസ് പറഞ്ഞു തരാം എങ്ങനെയാണ് ഒരാൾക്ക് സ്ക്രാച്ചിൽ നിന്നും ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റാം. അപ്പോൾ സ്റ്റേ ട്യൂൺ. അതിലൊന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ശരിയായ പ്രോബ്ലം കണ്ടെത്തുകയാണ് വേണ്ടത്. ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം. അതായത് ഇപ്പം നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയം നമ്മളിപ്പോൾ ആലോചിക്കോ, എനിക്ക് എന്താ ഇഷ്ടം, അതല്ല നമ്മൾ ബിസിനസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എൻ്റെ കൺവീനിയൻസ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അതുമല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്, നമ്മൾ എന്താണ് പ്രോബ്ലത്തിന് എന്ത് സൊല്യൂഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതായത് ഇപ്പം സൊസൈറ്റിക്ക് എന്താണ് പ്രോബ്ലം ഉള്ളത്, അതിൽ സൊസൈറ്റിയിലേക്കാണല്ലോ നമ്മൾ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പ്രോബ്ലത്തിനുള്ള ഒരു പരിഹാരമാണ് നമ്മളെ ബിസിനസ് എങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മളെ ആദ്യത്തെ നമ്പർ 1 ടിപ്പ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മാർക്കറ്റ് റിസർച്ച് ചെയ്യണം. എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് സെർച്ച് ചെയ്യുക. ഇപ്പം നമ്മൾ എന്ത് സിമ്പിളായ കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മൾ അതിനെക്കുറിച്ചൊന്ന് പഠിച്ചിട്ടല്ലേ ചെയ്യുക. സെയിം അതുപോലെ തന്നെ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ഉപഭോക്താക്കൾക്ക് ഇത് ആവശ്യമുള്ള കാര്യമാണോ, മാർക്കറ്റിൽ ഓടുന്ന സാധനമാണോ, അതുപോലെ നമ്മളെപ്പോലെ സെയിം ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അവരെന്താണ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഒരു മാർക്കറ്റ് റിസർച്ച് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ നമ്മളൊരു ബിസിനസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഓടിച്ചാടിപ്പോയി ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മളിതിനെക്കുറിച്ചൊന്ന് പഠിക്കാനുള്ള ഒരു ടൈം കൂടി നമ്മൾ എടുക്കണം. മൂന്നാമത്തെ ടിപ്പ്, സ്മാർട്ട് സ്മോൾ. അതായത് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യാതെ കോടികളെ ബിസിനസ്സൊക്കെ നമ്മൾ തുടക്കക്കാരായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും കോടികളൊന്നും തുടങ്ങി ബിസിനസ് ചെയ്യാൻ പാടില്ല. അതുപോലെ വലിയ എമൗണ്ട് ലോൺ എടുത്തിട്ട് ബിസിനസ് ചെയ്യാതിരിക്കുക. അതായത് കയ്യിലുള്ള ക്യാഷൊക്കെ സ്വരുക്കൂട്ടി അത് എടുത്തിട്ട് നമ്മൾ ചെറുതായിട്ട് തുടങ്ങിയിട്ട് നമ്മളിതൊന്ന് നോക്കുക, ഒരു ട്രയൽ ചെയ്യുക. അതായത് ഇതൊക്കെ നടക്കുമോ, ആൾക്കാരൊക്കെ ഇത് വാങ്ങുന്നുണ്ടോ, നമ്മളെ പ്രോഡക്റ്റ് പൈസ കൊടുത്ത ആൾക്കാർ വാങ്ങുന്നുണ്ടോ, ഇതൊക്കെ നോക്കിയതിൻ്റെ ശേഷം മാത്രമേ നമ്മളതിനെ വിപുലീകരിക്കാൻ പാടുള്ളൂ. അപ്പോൾ ചെറുതായി തുടങ്ങി അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് വേണം നമ്മളെ ബിസിനസ് വിപുലീകരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. നാലാമത്തെ ടിപ്പ്, കറക്റ്റായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് നമുക്ക് വേണം എന്നുള്ളതാണ്. അതിൽ നമുക്ക് എത്ര തുക വേണം, നമ്മളെ ദിവസേനയുള്ള ചിലവുകൾ നമ്മളെങ്ങനെ മാനേജ് ചെയ്യുന്നു, വരവ് ചെലവുകളൊക്കെ എങ്ങനെ നോക്കുന്നു, ഇങ്ങനത്തെ കുറിച്ചിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാൻ നമുക്ക് ഉണ്ടായിരിക്കണം. അഞ്ചാമത്തത്, സോഷ്യൽ മീഡിയയുടെ പ്രസൻസ് നമ്മൾ ബിസിനസ്സിൽ യൂസ് ചെയ്യുക. അതായത് അഡ്വർടൈസിങ് ആൻഡ് മാർക്കറ്റിംഗ് അത് നമ്മൾ തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് മുതൽ മുടക്കിൽ നമുക്ക് എങ്ങനെ ഒരു ബിസിനസ് സക്സസ്ഫുള്ളി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വലിയ അഡ്വർടൈസിങ് ഒന്നും ചെയ്യാതെ നമ്മൾ തന്നെ ഇപ്പം ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ വാട്സാപ്പൊക്കെ യൂസ് ചെയ്ത് നമ്മൾ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ അവിടെ ലാഭിക്കാൻ സാധിക്കും. ആറാമത്തെ എന്താണെന്ന് വെച്ചാൽ, സ്ഥിരത വേണം. സ്ഥിരത ആൻഡ് കാര്യക്ഷമത, ഇതാണ് നമുക്ക് വേണ്ടത്. അതായത് നമ്മൾ ബിസിനസ് ഇന്ന് തുടങ്ങി നാളെ നമുക്ക് ഫുൾ ലാഭം കിട്ടണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ നല്ല കൺസിസ്റ്റൻസി വേണം നമ്മളെ ബിസിനസ്സിൽ. നമ്മൾ കറക്റ്റായിട്ട് നമ്മളെ സിസ്റ്റം ഫോളോ ചെയ്യുക. അതിൻ്റെ ശേഷം നമ്മൾ പേഷ്യൻസിൽ വെയിറ്റ് ചെയ്യുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. അപ്പം നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മുതൽ മുടക്കൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ നമുക്ക് നല്ല കൺസിസ്റ്റൻസി അത്യാവശ്യമാണ്.